തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു ഇപ്പം വരുമായിരിക്കും. ചിലപ്പോ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. ഒരു വശത്ത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പെൻഷൻ കൈക്കൂലിയാണെന്ന് ആക്ഷേപിക്കുന്നു. 62 ലക്ഷം പെൻഷൻ ഉപഭോക്താക്കളെ അപമാനിക്കുന്ന പ്രസ്താവന തിരിഞ്ഞുകൊത്തിയപ്പോൾ ക്ഷേമ പെൻഷന്റെ പിതൃത്വം തന്നെ ഏറ്റെടുക്കാൻ കള്ളക്കണക്കുമായി UDF-ലെ മറ്റൊരു കൂട്ടർ പിന്നാലെ എത്തി. ഇതൊക്കെയാണ് പ്രതിപക്ഷത്തെ വിശേഷങ്ങൾ. എന്നാൽ മറുവശത്ത് പറഞ്ഞതിൽ നിന്നും ഒരടി പോലും പിന്നോട്ടടിക്കാതെ പെൻഷൻ വിതരണവുമായി മുന്നോട്ടു പോകുകയാണ് LDF സർക്കാർ. നിങ്ങൾ നുണകളും അപവാദങ്ങളും തുടർന്നോളൂ, ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം തന്നെയെന്ന പ്രഖ്യാപനവുമായി ഇതാ ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂൺ 20 മുതൽ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുകയാണ്. 62 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1600 രൂപയാണ് പെൻഷനായി ലഭിക്കുക. ഈ സർക്കാരിന്റെ 4 വർഷ കാലയളവിൽ 38,500 കോടി രൂപയോളമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി ആകെ ചെലവഴിച്ചത്. 2016-21 LDF സർക്കാരിന്റെ കാലത്ത് UDF ഭരണകാലത്തെ 18 മാസത്തെ കുടിശ്ശികയുൾപ്പെടെ 35,154 കോടി രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തു. 1-2 പിണറായി സർക്കാരുകൾ 9 വർഷം കൊണ്ട് ക്ഷേമ പെൻഷനായി നൽകിയത് 73,654 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിലാണ് ഇതെന്നും ഓർക്കണം. 2011-16 UDF സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷനായി ആകെ നൽകിയ തുക 9,011 കോടി രൂപ മാത്രമാണ്. ഒരു കാലത്ത് പെൻഷൻ വിതരണം ബാധ്യതയെന്ന് പറഞ്ഞ കോൺഗ്രസിന് ഇന്ന് മേനി പറഞ്ഞു നടക്കാനാകുന്നത് എങ്ങനെയാണെന്നാണ് അത്ഭുതം. അസത്യങ്ങൾ മാത്രം പറയുന്ന കോൺഗ്രസ് പെൻഷനിലും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത്. വസ്തുതകളിലൂടെ അത് കൃത്യമായി പൊളിച്ചെടുക്കുന്ന ഇടതുപക്ഷം ഇപ്പുറത്തുള്ളതിനാൽ അവയ്ക്ക് അല്പായുസായെന്ന് മാത്രം. വർഗീയതയും നുണപ്രചാരണവുമെല്ലാം പാളിപ്പോയപ്പോഴാണ് സാധാരണക്കാരനെ കൈക്കൂലിക്കാരനെന്ന് KC വേണുഗോപാൽ അധിക്ഷേപിച്ചത്. UDF ഭരണകാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നിട്ടില്ലെന്നടക്കം പറഞ്ഞു കളഞ്ഞു അവർ. ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിവെച്ച 18 മാസത്തെ കുടിശ്ശിക പിന്നീടെത്തിയ ഇടതുപക്ഷ സർക്കാരാണ് തീർത്തതെന്നും 600 രൂപയിൽ നിന്ന് 1,600 രൂപയാക്കി ക്ഷേമ പെൻഷൻ ഉയർത്തിയത് LDF ഗവൺമെന്റ് ആണെന്നുമെല്ലാം കേരളത്തിന്റെ യാഥാർത്ഥ്യം. ചുരുക്കത്തിൽ കോൺഗ്രസിന്റെ എല്ലാ നുണപ്രചാരണങ്ങളും വെള്ളത്തിൽ വരച്ച വര പോലെയായി. എന്നിട്ടും ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന പരാമർശത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് KC വേണുഗോപാൽ. തെറ്റായ അവകാശവാദങ്ങളും നുണപ്രചാരണങ്ങളുമായി പ്രതിപക്ഷം ഇനിയും മുന്നോട്ടു പോകട്ടെ. സാധാരണക്കാരുടെ ജീവിതത്തെ കരുതലോട് മുന്നോട്ട് നയിക്കാൻ ഇവിടെ LDF സർക്കാരുണ്ട്. അവരിതാ പറഞ്ഞതുപോലെ പെൻഷനുമായി വീടുകളിലേക്ക് എത്തുകയാണ്. അതിനിയും തുടരും. ഇവിടെ LDF സർക്കാരും തുടരും.